ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇപ്പം ഒരു കുറച്ച് ദിവസങ്ങളായില്ലേ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട് ഒരു വ്ളോഗാക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി തിരക്കിലായിപ്പോയി. തിരക്ക് എന്ന് പറഞ്ഞാൽ വലിയ മല മറിക്കണ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഒന്നാമത്തെ എന്താ വെച്ചാൽ 2-3 ദിവസം അടുപ്പിച്ച് ടൗണിലേക്ക് ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ വേഗം പണികൾ തീർക്കുക, എന്നിട്ട് വേഗം എന്താ പറയുക, ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ബസ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്കും വേഗം പോവണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്ത് വെച്ചാൽ അത് എഡിറ്റിങ്ങിനോ കാര്യങ്ങൾക്കോ ഉള്ളൊരു സമയം കിട്ടുന്നില്ല കേട്ടോ. പിന്നെ എവിടെയെങ്കിലും പോവാനുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കലും നമ്മളെ പോവാനുള്ള ഒരുക്കവും വീട്ടിലത്തെ പണിയും കുട്ടികളെ വിടലും എല്ലാം കൂടെ ആകുമ്പം നിങ്ങൾക്കറിയാലോ ആ ഒരു തിരക്ക് എന്താണ് എന്നുള്ളത്. രാവിലത്തെ ആ ഒരു തിരക്ക് എന്താണെന്ന് അറിയാലോ. അപ്പം അതിൻ്റെ കൂടെ ലോങ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ തന്നെ എടുക്കണ്ടേ. രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ തന്നെയാണ് നമ്മളെ സാധാരണക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലാണ് എന്നുണ്ടെങ്കിലും അത് കിട്ടണമെങ്കിലും ഉച്ചവരെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടക്കണം. അപ്പോൾ അതിനൊന്നുള്ള ഒരു സമയം കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഒരു 1-2 ആൾക്കാരാണെങ്കിലും ചോദിച്ചിട്ടോ ലോങ് വീഡിയോ എന്താ ഇടാത്തേ, ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം മതി, നമുക്ക് അത് മതി. 100-ൽ ഒരു പിന്നെ ഒരു ഇച്ചിരിയെങ്കിലും ആ ഒരു ശതമാനം അങ്ങനെയൊക്കെ പറയില്ല, ഒരു 100-ൽ ഒരു 10 ആളാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമ്മളെ തളർത്തുന്ന രീതിയിലുള്ളൊരു കമൻറ്റും ചിലതൊക്കെ ഉണ്ടാവും. എന്താ പറയുക, അത് നമ്മൾ പിന്നെ മൈൻഡാക്കാണ്ട് പോവുക എന്ന് വിചാരിക്കുക. അതല്ലാതെ നമുക്കൊരു മനസ്സിനൊരു ടെൻഷനോ കാര്യങ്ങളോ വരുന്ന നിലക്കുള്ള ഒരു കമൻറ്റും ഒരാളും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ഇതുവരെ എന്നല്ല, അങ്ങനെ സാധാരണമായിട്ട് ഉണ്ടാവാറില്ല. വല്ലപ്പോഴൊക്കെ ഉണ്ടാവും ഒന്നിങ്ങനെ വന്നു പോവൽ. അത് പിന്നെ നമുക്ക് ചവിട്ടി കയറാനുള്ളൊരു പടികളായിട്ട് അങ്ങോട്ട് കണക്കാക്കാം അല്ലേ. അങ്ങനെയൊക്കെയാണല്ലോ ഈ വാചകങ്ങളിലൊക്കെ കാണുക. നമ്മൾ ഈ ഷെയർ ചാറ്റിൽ ഇങ്ങനെ തപ്പുമ്പോൾ ഓരോരോ ഡയലോഗൊക്കെ കാണൂല. അപ്പം ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത് ശരിയാണ് എന്നൊക്കെ തോന്നുമല്ലോ. അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ ഓർത്തപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ. എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോങ് വീഡിയോ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റാണ്ടായി പോയത്. ഇപ്പം ഇന്നത്തെ ഈ ഒരു ദിവസവും ഞാൻ തിരക്കിൽ തന്നെയാണ് കേട്ടോ. രാവിലെ മുതൽ ഒരു 4 മണിയായിട്ടും എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തോ ഒരു ദിവസം. അപ്പം ഞാനിങ്ങനെ പറയും ചെയ്യാം കേട്ടോ, ഇന്നിപ്പോൾ ആരെയാണാവോ ഞാൻ കണി കണ്ടിട്ടുണ്ടാവുക എന്ന്. അങ്ങനത്തെ ഒരു ദിവസമായിപ്പോയി. ചില ദിവസം നമുക്ക് അങ്ങനെയല്ലേ, എന്താ പറയുക, എത്ര എടുത്താലും നമ്മൾ സാധാരണ എടുക്കുന്ന പണികൾ തന്നെ ഇരിക്കുന്നാൽ എത്ര എടുത്താലും തീരണമില്ല. എടുത്തത് തന്നെ പിന്നെയും എടുക്കുക. എന്തൊക്കെ പോലത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം. എന്നാലും നിങ്ങളെല്ലാവരും ചോദിച്ചതല്ലേ വിചാരിച്ച് ഞാനിത് 2 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു തിരക്കിനിടയിലും ഇതിന് ഞാനൊരു സമയം അങ്ങോട്ട് കണ്ടെത്തി. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഷോർട്സ് കാണാനാണ് ഒരുപാട് ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം. നമ്മൾ ലോങ് വീഡിയോനെക്കാട്ടും വ്യൂസും കാര്യങ്ങളും ഇച്ചിരി വലിയ വ്യൂ ഉണ്ട് എന്നല്ല ഞാൻ പറയണത്, എന്നാലും ലോങ്ങിനെക്കാട്ടിയും കുറച്ചൊരു മെച്ചമൊക്കെ ഷോർട്ടിനാണ് ഉണ്ടാവുക. അത് കാണാനാണ് തോന്നുന്നുണ്ട് അധികം ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു അധികവും ഷോർട്ടൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളെ ചാനലൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാം. സബ്സ്ക്രൈബേഴ്സും ആൾക്കാരൊക്കെ വീഡിയോസ് കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒരു 10 ആൾ ചെയ്താലും അതിലൊരാളെങ്കിലും സ്ഥിരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ആരെങ്കിലും ആയിട്ട് വരും. അതങ്ങനെയാണ്. അല്ലാതെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് 24,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അത്രയും ആളുകൾ ഇപ്പം നമ്മളെ വീഡിയോസ് കാണുന്നില്ലല്ലോ. കാരണം ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. പക്ഷേ അതിൽ നിന്നും സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കുറേ ആളുകൾ കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് 1-2 ആൾക്കാരൊക്കെ നമുക്കൊരു സപ്പോർട്ടായിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ്.
പിന്നെ അതുപോലെ നിങ്ങളോട് പറയാനുള്ള ഞാൻ ഇപ്പം എല്ലാവരും ഇൻസ്റ്റയിലും ഇതുപോലെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് ഇൻസ്റ്റയിൽ പിന്നെ ഒരു ചാനലൊക്കെ ഉണ്ടായിന് കേട്ടോ. പക്ഷെ ഞാൻ അതിലങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടലില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഓളാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് തരുന്നത്. കാരണം നമുക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിലും നമ്മളൊരു മൂഡ് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാനലിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഇതാവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ട് തന്നൊരു നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക, ഒരു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇത് തരുന്നത്. അപ്പോൾ ഓള് എന്നെ ചീത്ത പറയുക കേട്ടോ, ഈ അവിടെ നിന്നോ, പിന്നെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇട്, ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യേ, അതുപോലെ എല്ലാത്തിലും ഇട്, ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും. കാരണം എല്ലാവരും ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ അതിലൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു മോട്ടിവേഷനൊക്കെ തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തായാലും ഉണ്ടല്ലോ, ഇൻസ്റ്റ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആബിദ ഷെബീർ നിച്ചൂസ് വ്ലോഗ് അത് തന്നെയാണ് അതിലുള്ളത് കേട്ടോ പേര്. ഫോട്ടോ കണ്ടാൽ, പ്രൊഫൈൽ കണ്ടാൽ, ഇതിത്തെ പ്രൊഫൈൽ കാണുന്നവർക്ക് എന്തായാലും അത് മനസ്സിലാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ അടിക്കുമ്പം കുറേ ആൾക്കാരെ പേരും ഇതൊക്കെ വരുമായിരിക്കും, എന്നാലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോസ് കണ്ടാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. ഇനി എന്തായാലും നമ്മളെ വീഡിയോസ് എവിടേക്കോ എത്തിയിട്ടുണ്ട്, വിഷയത്തിൽ നിന്ന് തെന്നി മാറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റത്തെ ഇനിയിപ്പോൾ എനിക്ക് തന്നെ ഓർമ്മ കിട്ടൂല കേട്ടോ, ഇത് എവിടേക്കോ എത്തി. ഞാൻ എപ്പോഴും പറയലില്ലേ, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ എന്താ പറയുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തീയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ വെള്ളം അവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം മുട്ടക്കറിയും അതുപോലെ പത്തിരിയൊക്കെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണക്ക് വെക്കും പോലെ മുട്ട തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. റെസിപ്പിയൊക്കെ ആയിട്ട് പറയണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഞാൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ പോയില്ലേ. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു സാധനത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അതൊന്നും ഉണ്ടാക്കുക. പല നാട്ടിലും പല രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാക്കുക. പക്ഷെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അല്ല നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇത് നിങ്ങളോട് പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഏതോ ഒരു വീഡിയോയിൽ, ഷോർട്ട് വീഡിയോയിലാണെന്ന് തോന്നുന്നുണ്ട്, ഭൂരീൻ്റെ റെസിപ്പി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഇപ്പോൾ ആർക്കും അറിയാത്തയില്ല, പക്ഷേ അതും വേണ്ടവരുണ്ടാവും ചിലപ്പം, അതും ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് അതൊരു നിസ്സാരമായിട്ട് കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ട് പറഞ്ഞതല്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയില്ല, നമ്മളിപ്പോൾ പറയാണ്ട് പോകുമ്പോൾ ഇനി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് അങ്ങ് പറഞ്ഞു പോയാൽ അത് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും മുട്ടക്കറി ഞാൻ ഫസ്റ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെയാണ് ഞാൻ വേഗം പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അതൊക്കെ ഒന്ന് കുഴച്ച് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ തടവിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് ഉരുളകളൊക്കെ ആക്കിയെടുത്ത് ഇതാക്കണ് പത്തിരി ചുടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പത്തിരിച്ചട്ടി ഒന്ന് മാറിയിട്ടുണ്ട് അല്ലേ. അതെന്ത് സംഭവം, ഇത് സാധാ ചട്ടി ഉണ്ട് കേട്ടോ, ഞാൻ സാധാ ചുടുന്ന ചട്ടി ഉണ്ട്, അത് തറവാട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഏതോ കഴിഞ്ഞ ഷോർട്ടിൽ അനിയൻ്റെ വീടിൻ്റെ കുറ്റിയടിക്കൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് അങ്ങോട്ട് കൊണ്ടുപോയതാണ്, ഞാൻ മറന്നു പോയിട്ടോ കൊണ്ടുവരാൻ. അപ്പോൾ ഇന്ന് ചുടാൻ നേരത്ത് പോവാ വിചാരിച്ചപ്പോൾ ഓരവിടെ ഇല്ല, ഓളെ വീട്ടിൽ പോയതാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇത് മക്കൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നബിദിനത്തിന് കിട്ടിയ ചട്ടിയാണെന്നാൽ പിന്നെ അതെടുത്തിട്ട് അതിലങ്ങോട്ട് ചുടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പൊടിയൊന്നും തട്ടിയെടുക്കലില്ല കേട്ടോ. പത്തിരി ഞാൻ സാധാരണ ചട്ടി വെക്കുക, അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ പ്രസ്സിൽ പരത്തുക, ചുടുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. മറ്റേ പൊടി തട്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പത്തിരി ചുടൂലേ, അതിനോട് എന്തോ എനിക്ക് തീരെ ഒരു ഇഷ്ടമല്ല കേട്ടോ. അതൊരു ആ ഒരു പത്തിരിനോട് വലിയൊരു താല്പര്യമില്ല. പക്ഷെ നമ്മൾ നോമ്പ് തുറക്കും, അങ്ങനെ നോമ്പുറ കാര്യങ്ങളും വലിയ പരിപാടി അങ്ങനത്തേനൊക്കെ പൊടി തട്ടിയെടുക്കലേ നടക്കുള്ളൂ. കാരണം നമ്മൾ അട്ടിക്ക് അതങ്ങനെ ആക്കി വെച്ചിട്ട് വേഗം ഒരാൾ പരത്തി തരും, വേഗം ഒരാൾ ചുടാൻ നിൽക്കും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് പുരയിലേക്ക് കുറച്ചാവുമ്പം അത്രയല്ല ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ ചായക്ക് കടി ആയിട്ടുണ്ട്. കടിയും പത്തിരിയും മുട്ട തേങ്ങരച്ച കറിയും കൂടെ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കൾ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്, ഓർക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓരെല്ലാവരും കുടിയും ഒക്കെ കഴിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലായിടത്തൊന്നും ചിലപ്പോൾ വീഡിയോ എടുത്ത് എത്തൂല, നമ്മൾ ആ തിരക്കും എല്ലാം കൂടെ ആണല്ലോ. അപ്പോൾ എന്നാലും കഴിയുന്ന പോലെയൊക്കെ വീഡിയോ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിൻ്റെ വെള്ളം തിളച്ചേരം അതിൽ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ വേവട്ടെ. ഇനിയിപ്പോൾ രാവിലത്തെ ആ ഒരു വലിയൊരു തിരക്ക് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചായം കടി ആക്കുക, മക്കളെയൊക്കെ ഒന്ന് പറഞ്ഞയക്കുക, ഇക്കാനെ പറഞ്ഞയക്കുക, അതൊക്കെ കഴിഞ്ഞിട്ടൊരു സമാധാനത്തിലുള്ളൊരു ഇരുത്താണ് കേട്ടോ ഈ ഒരു ഇരുത്തം.
അപ്പോൾ അതിൽ ടി വിയും കൂടെ തുറന്നിട്ടുണ്ട്. കുട്ടികൾ കൊച്ചി ടി വി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതും കണ്ടിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടുന്ന ഈ ടോപ്പുകൾ നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് എടുത്തതാണോ എന്നുള്ളത്. ആണ് കേട്ടോ, മീഷോന്ന് എടുത്തത് തന്നെയാണ്. അതിൻ്റെ ഒന്ന് ലിങ്ക് പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റൂലല്ലോ മീഷോൻ്റെത്. ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ടേ അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല കുഴപ്പമൊന്നുമില്ല. ആ തുണി നല്ല തുണിയാണ്. ആ ഒരു പോളിസ്റ്റർ ടൈപ്പ് വരുന്ന അങ്ങനത്തെ ഒരു തുണിയാണ്. മഴക്കാലത്ത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. പരിപാടി നമ്മൾ അലക്കിയിട്ടാൽ അല്ലെങ്കിൽ മഴയത്ത് തുണികൾ ഉണങ്ങണമെങ്കിൽ നല്ല പണിയല്ലേ. ഇപ്പം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ അതിൽ ഉണക്കിയിട്ട് ആറിയിടൊക്കെയാണ് വെച്ചാൽ നല്ലൊരു പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഈ ഒരു 5 ടോപ്പുകളാണ് കേട്ടോ, 550 റുപ്യക്ക് 5 ടോപ്പുകളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതന്നെ ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇടും. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റു. അധികം ഇരിക്കാൻ നിന്നിട്ടില്ല. എന്താ പറയുക, ബാക്കി പണികളും കാര്യങ്ങളും ഇവിടെ ഒരു തലക്കുന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കായതുകൊണ്ട് വേഗം അങ്ങോട്ട് എണീച്ചു. പിന്നെ വേഗം പോയിട്ട് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ നെത്തളും അയിലക്കുട്ടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെത്തൾ പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെക്കുക, അതുപോലെ അയില മുളകിടാൻ വിചാരിച്ചു. അപ്പം കറി അവിടെ തക്കാളി ഇതൊക്കെ വാട്ടി കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മീൻ നന്നാക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. കറിയുള്ളത് അതിലേക്ക് ഇട്ട് അതൊക്കെ ഒന്ന് വേവിച്ചു. കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഉറ്റിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാനുള്ളത് പെരക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ ഫ്രിഡ്ജിക്ക് കയറ്റിയിട്ടുണ്ട്. ഉച്ചക്ക് ഇപ്പോൾ ഞാനും നാസിമോനും മാത്രമാണല്ലോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ രാത്രിക്കേക്ക് ഇക്കയും മക്കളൊക്കെ രാത്രിയാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ അപ്പത്തേക്ക് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ചുണ്ടാക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി മീൻ പൊരിച്ചാൽ മതി. ഇന്ന് പിന്നെ ഉപ്പേരിമലേക്കൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. നിച്ചുമോക്ക് ഞാൻ വേറെ മുട്ട പൊരിക്കുക അങ്ങനെ എന്തോ ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചതായിരുന്നു ചോറ്. അപ്പോൾ പിന്നെ എന്താ പറയുക, വേഗം അതൊക്കെ അങ്ങോട്ട് ആക്കി വെച്ച്, ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് പോകാനുണ്ട്. അപ്പോൾ ആ ഒരു പോവലിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടത്. ഇതും ഇന്നും ഉച്ച കഴിഞ്ഞിട്ടൊരു മാനന്തവാടി വരെ ഒന്ന് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വേഗം ചടപടി പാത്രം കഴുകുന്ന ആ സ്പീഡിൽ തന്നെയാണ് കേട്ടോ ഇന്ന് പണികളും എടുത്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ വേഗം അടിച്ചു വാരലും തുടക്കൽ പാത്രം കഴുകൽ തിരുമ്പൽ ഒലുമ്പൽ ആറിടൽ കുളി മാറ്റൽ എന്നൊക്കെ പറഞ്ഞ ഒരു തുടക്കം അങ്ങോട്ട് തുടങ്ങിയിട്ടോ. ഞാൻ പാത്രമാണെങ്കിൽ ഒരു ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ചോറും കറിയും ഒക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ അത് കഴുകാൻ നിന്നത്. രാവിലെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പെരങ്ങുന്നതിനനുസരിച്ച് കഴുകാനുള്ള ഒരു സമയമൊന്നും കിട്ടൂല. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ ഒരു കഴുകൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, തുടക്കലും എല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിച്ച് മാറ്റിയിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫുൾ ഡേ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. പോയി വരുമ്പോഴേക്കൊക്കെ സമയമായി. പിന്നെ ആ ഒരു മൂഡ് അങ്ങോട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ എന്തായാലും ബായ്.